അപ്പം ലോലിപോപ്പോ അങ്ങനെ എന്തോ ആയിരുന്നു സിനിമ. അതൊക്കെ കണ്ട് കുറച്ചധികം നേരം വർത്താൻ പറഞ്ഞു. പിന്നെ ഇത് അറിയാം, പിണ്ടി ഉപ്പിലിട്ടത്, അതൊക്കെ അവൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറേ എടുത്ത് തിന്ന്. പിന്നെ നമ്മളവിടെ കഥയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കഥ അറിയാമെങ്കിൽ നല്ല ടൈം ഉണ്ടായിരുന്നു കേട്ടോ. കുളിക്കാൻ പറഞ്ഞ് വിട്ടിട്ട് ഞങ്ങൾ രണ്ടാളും അവിടെ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുളിച്ച് വന്ന് നമ്മളിതാ അമ്മമ്മയുടെ സാരിയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം, അമ്മമ്മക്ക് നാളെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാ. പിന്നെ ആ ഒരു സമയമായപ്പോൾ തന്നെ രാത്രിയായി, ഡിന്നറിനുള്ള സമയമായി. നമ്മളിതാ നല്ല മീൻകറിയും മറ്റേ മുരിങ്ങൻ്റെ ഒരു എന്താ പറയുക കൂട്ടാനും അതൊക്കെ ഉണ്ടായിരുന്നു. ഈ മീൻകറി ഞാൻ എടുത്തു പറയും കേട്ടോ. ആ മീൻകറി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ലപോലെ ചോറ് വെച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇത് അവിടുത്തെ പൂച്ചണം. ബാക്കി ഫുഡൊക്കെ നമ്മൾ പൂച്ചക്ക് കൊടുത്തു, മീൻ മുള്ളൊക്കെ. പിന്നെ രാവിലെയായി, പിറ്റേ ദിവസം നേരത്തെ എണീറ്റു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവളിതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള മുട്ടൊക്കെ പൊളിക്കുകയാണ്. പണിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ചെയ്ത് അമ്മ ഉണ്ടാക്കി വെച്ച കറിയാണ്, അതിലേക്ക് മുട്ടിട്ടൊന്ന് ഇളക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ രാവിലെ തന്നെ കഴിച്ച് ബസ്സിനായിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ഹോസ്പിറ്റലിലെത്തിയിട്ട് നമ്മൾ സ്ഥിരം പരിപാടി തന്നെ, അവിടെ പോയിട്ട് റീലൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നിട്ടാണ്. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.